കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. 50-ലധികം ആളുകളാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരൊറ്റ കാര്യം ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയത്. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഒരുപാട് മെഡിക്കേഷൻസ് നമുക്ക് തരാറുണ്ട്. നമ്മളായിട്ട് അതല്ലാതെ ട്രീറ്റ്മെൻറ്റ്സുകൾ ഒരുപാട് എടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു 5 പേരുടെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിന് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പല ഗൈനക്കോളജിസ്റ്റുകളും ഇപ്പോൾ പറയുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളും നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളുമാണ്. അത് ഏറെക്കുറെ ഒന്ന് ക്രമീകരിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ മെഡിക്കേഷൻസ് എടുക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടും സാധിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റി നമുക്കിന്ന് നോക്കാം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ടിപ്പിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴേക്കും മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ എന്ന് പറയുന്നത്. പച്ച നിറത്തിലുള്ള കറികൾ, ഈ വെജിറ്റബിൾസ്, ഇത് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പലരിലും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനെ ഓവർകം ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആയിട്ടും ചില ആളുകൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തത് അവരുടെ ഭക്ഷണ രീതിയിൽ ഈ ഒരു വ്യത്യാസം കൊണ്ടുവരാത്തത് കൊണ്ടാണ്. ഗ്രീൻ വെജിറ്റബിൾസ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് വഴി അതിൽ നിന്ന് കാൽസ്യം, ആൻറ്റി ഓക്സിഡൻസ്, അയൺ, ഫോളേറ്റ് ഇതെല്ലാം നമ്മളുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതെല്ലാം തന്നെ ഓവറോൾ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഓരോരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ പച്ചക്കറികളിൽ മറ്റും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫോളേറ്റ് എന്ന് പറയുന്നത്. ഫോളേറ്റിന്റെ കണ്ടന്റ് നമ്മളിൽ അത് പ്രവർത്തനം ആരംഭിച്ച് നമുക്ക് ഫോളിക് ആസിഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലോട്ട് കിട്ടുമ്പോഴേക്കും നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിനും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ബേബിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാകുന്നതിനും കുഞ്ഞിന് മറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോളിക് ആസിഡിന്റെ ഫോളേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എല്ലാ വെജിറ്റബിൾസിലും തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ഡോക്ടേഴ്സും നമുക്ക് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതും അങ്ങനെ അല്ലാത്തവർക്ക് അത് അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ ശരീരത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഡോക്ടേഴ്സ് ഫോളിക് ആസിഡിന്റെ മെഡിസിൻസ് കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെജിറ്റബിൾസ് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. പല ആളുകൾക്കും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് കൃത്യമായിട്ട് പീരീഡ്സ്, അതായത് ഓരോ മാസവും അല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്നുണ്ട്, അതിനർത്ഥം എനിക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 3 മാസമൊക്കെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുന്നതിനും അതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും ഈ ഒരു മെത്തേഡ് സഹായിക്കും കേട്ടോ. അടുത്തത് ഇതിലടങ്ങിയിട്ടുള്ള അയേൺ കണ്ടന്റ് ആണ്. എല്ലാ പച്ചക്കറികളിലും തന്നെ അയേണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ അയേൺ നമ്മളിൽ സഹായിക്കുന്നത് ബ്ലഡ് കൂടുതലായിട്ടും ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനും ഹിമോഗ്ലോബിന്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അയേൺ എന്ന് പറയുന്നത്. ഓരോ മാസവും നമുക്ക് പീരീഡ്സ് വരുമ്പോഴേക്കും ഒരു ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകാറുണ്ട്. ചില ആളുകൾക്ക് അനീമിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ബ്ലീഡിങ് വളരെ കുറവായിട്ട് പോയി നമുക്ക് ബ്ലീഡിങ് നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെയുണ്ട്. കാരണം പിന്നീട് അങ്ങോട്ടേക്കുള്ള ഫർദർ ബ്ലീഡിങ് വരുന്നത് അനീമിക് ആവുന്നവർക്ക് ശരീരം സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് നിന്ന് പോകുന്നത്. ഇതറിയാതെ PCOD ആണെന്നോ അല്ലെങ്കിൽ പീരീഡ്സ് നിന്ന് പോയതിന്റെ മുഖവിലേക്ക് എടുക്കാതെ മുൻപോട്ട് പോകുന്ന ആളുകളുണ്ട്. ആ ഒരു കണ്ടീഷനും നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അനീമിയ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ശരീരത്തിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലോട്ട് എത്തില്ല. ബ്ലഡ് സർക്കുലേഷൻ എത്താതെ വന്നു കഴിഞ്ഞാൽ അണ്ടം അവിടെ പ്രൊഡ്യൂസ് ആവില്ല, അണ്ടം നമുക്ക് അവിടെ പൊട്ടി പുറത്തേക്ക് വരില്ല, അതുപോലെ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കില്ല, എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസി ആവുകയാണെങ്കിലും നിങ്ങൾ അനീമിക് ആണെങ്കിൽ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് 100% വരെ ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഈ ഒരു മെത്തേഡ് സഹായിക്കും കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് കാൽസ്യം. വെജിറ്റബിൾസിലെല്ലാം തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലെല്ലാം തന്നെ കാൽസ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമല്ല അണ്ടവും ബീജവും കൃത്യമായിട്ട് ഡെവലപ്പ് ആകുന്നതിനും ഡെവലപ്പ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് മെച്യൂർ ആകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് PCOD ഉള്ളവർ ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കും. പക്ഷേ എഗ്ഗ് വളർന്ന് അങ്ങനെ അങ്ങോട്ട് നിൽക്കും, അത് പൊട്ടില്ല, ചിലപ്പോൾ ഭയങ്കര
ഭയങ്കരമായിട്ടുള്ളൊരു സൈസിൽ പോകും, പൊട്ടാതെ അങ്ങനെ നിൽക്കും. ചിലർക്ക് എഗ് അങ്ങോട്ട് വാനിഷ് ആയി പോകുന്ന സിറ്റുവേഷൻ വരെയുണ്ട്. ചിലർക്ക് സിസ്റ്റായിട്ട് അതോടെ ഫോം ചെയ്ത് നിൽക്കും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെമനും, അത് കൃത്യമായിട്ട് ഇജാക്കുലേഷൻ സംഭവിച്ച അകത്തേക്ക് പോകുന്ന സെമൻ എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതിന്റെ ഹെഡും ടെയിലും ഡെവലപ്മെന്റും ഒക്കെ കൃത്യമായിട്ട് പോകുന്നില്ലെങ്കിൽ അതിന് സ്വിം ചെയ്ത് പോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുപോലെ അതിന് ആ ശരീരത്തിൽ എഗ്ഗ് വരുന്നത് വരെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഇത് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും ശരീരം ഇതിനൊരു ഫോറിൻ ബോഡി ആയിട്ടാണ് കാണുന്നത്. അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും അതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഇതിനൊക്കെ തരണം ചെയ്ത് വേണം മുൻപോട്ടേക്ക് ഇതിന് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു കപ്പാസിറ്റി സെമൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ വെജിറ്റബിൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെയുള്ളതാണ് ആന്റി ഓക്സിഡൻസ്. ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ സെല്ലിന് ഡാമേജ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. സെൽ ഡാമേജ് പലർക്കും ഉണ്ടാകുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസും അതുപോലെ തന്നെ കുഞ്ഞിന് വളർച്ചക്കുറവും ഒക്കെ ഉണ്ടാകുന്നത്. DNA ഫോർമേഷനും സെല്ലിന്റെ ആ ഒരു ഡാമേജും ഒക്കെ കൃത്യമായിട്ട് സെല്ലിന് ഡാമേജും വരികയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കുഞ്ഞിന് വളർച്ച കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവരാണെങ്കിൽ അവരും ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ടും ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളെ ശരീരത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചു കൂടുന്ന സ്ട്രെസ് അല്ലാതെ പലർക്കും ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് മൂലം സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ ഡെവലപ്പ് ആകാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശരീരത്തിന് ഒന്ന് ഒരു പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനെ എന്തെങ്കിലും ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹോർമോൺസ് ഒക്കെ കൃത്യമായിട്ട് പ്രൊഡക്ഷനും അതുപോലെ അതിന്റെ ഒരു സപ്പോർട്ടും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നത്, അതായത് ഗ്രീൻ വെജിറ്റബിൾസ് അല്ലാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഓവുലേഷൻ ഡേറ്റിൽ മാത്രം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം പലർക്കും നിൽക്കുന്നത് നമ്മുടെ ആ ഒരു യങ്ങർ ഏജിലായിരിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് മുൻപോട്ടേക്ക് പോകുന്നത് ഒരു 20s ഒക്കെ കഴിഞ്ഞ് നമ്മൾ 30s ഒക്കെ ആയി മുൻപോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് പലർക്കും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം കുറഞ്ഞു വരും. ചിലർ ഫസ്റ്റ് പ്രഗ്നൻസി നോക്കിയിട്ട് എളുപ്പം പ്രഗ്നന്റ് ആകും. സെക്കൻഡ് പ്രഗ്നൻസി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആയി പോകും. കാരണം അവർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം കുറയും. ഫസ്റ്റ് ഒരു കുഞ്ഞിനെ നോക്കുന്നതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇത് കുറയുന്നതും ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം നിങ്ങളുടെ കോൺടാക്ട് ചുരുങ്ങി പോകുന്നതും നിങ്ങളുടെ പ്രഗ്നൻസി ഉണ്ടാകാനായിട്ടുള്ള ആ ഒരു ചാൻസസ് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രവർത്തനമൊക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിബിഡോ വർദ്ധിക്കണം. ലിബിഡോ എന്ന് പറയുന്നത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം. അത് രണ്ടു പേർക്കും അവിടെ ഇല്ല എങ്കിൽ, ആദ്യത്തെ ഒരാൾ വന്നു കഴിയുമ്പോൾ അതിന് സപ്പോർട്ടീവ് ആയിട്ട് വന്നു കഴിയുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് അവിടെ താല്പര്യം ഇല്ലെങ്കിൽ ആദ്യത്തെ ആളുടെ മനസ്സും ഡൗൺ ആയി പോകും, കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഇല്ലാതായി പോകും. സെയിം ഇത് തന്നെ സ്ത്രീക്ക് താല്പര്യമില്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിനും അതിനനുസരിച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പോൾ ഓവറോൾ രണ്ടുപേർക്കും ലിബിഡോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ യൂട്രസിലോട്ട് കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും അവിടെ നടക്കുകയുള്ളൂ. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ കുഞ്ഞിന്റെ ഗ്രോത്ത് അവിടെ വെച്ച് നിന്ന് പോകുന്നുണ്ട്. യോഗ് സാക്ക് ഡെവലപ്പ് ആകുന്നില്ല, അല്ലെങ്കിൽ എംബ്രിയോ ഉണ്ടാകുന്നില്ല, ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ്. അത് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമുക്ക് സപ്ലിമെന്റ്സിനെ മാത്രം ആശ്രയിച്ച് പോകാനായിട്ട് സാധിക്കില്ല. ഞാൻ അയണിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ കാൽസ്യത്തിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ ഫോളിക് ആസിഡ് കഴിക്കുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും. നമ്മൾ മെഡിസിൻസ് കഴിച്ച് എടുക്കുന്നതിനോ അല്ലെങ്കിൽ മെഡിസിൻസ് മാത്രം നമുക്ക് ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന 1-2 വർഷം ഫുള്ള് നമുക്ക് ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ ഇതൊക്കെ മനസ്സുമടുത്ത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കില്ലല്ലോ, ഭക്ഷണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പല വെജിറ്റബിൾസിലും അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി നമ്മുടെ ഓവുലേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചാനലിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ 50 ദിവസമാണ് എൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത്, എൻ്റെ ഓവുലേഷൻ ഡേറ്റ് പറഞ്ഞു തരുമോ? ചേച്ചി 45 ദിവസമാണ്, ചേച്ചി 40 ദിവസമാണ് എന്ന് പറയുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എത്രയാണ് നിങ്ങളുടെ ആ ഒരു ലെങ്ത് വരുന്നത്, അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു തന്നത്, ആ ദിവസങ്ങളിൽ എന്തെങ്കിലും ഓവുലേഷന്റെ മാറ്റം നിങ്ങൾക്ക് ശരീരത്തിൽ
വരുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓവുലേഷൻ അടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവുലേഷൻ സിംറ്റംസിനെ പറ്റിയിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ അനുസരിച്ച് ഒരു മാറ്റവും നിങ്ങൾക്ക് വരുന്നില്ല, ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ നിങ്ങൾക്ക് ലൈൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ആകുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അണ്ടം നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല, അത് പൊട്ടുന്നുണ്ടാവില്ല. പൊട്ടിയാലല്ലേ നമുക്ക് പ്രഗ്നൻസി കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പീരിയഡ്സിനെ മാത്രം 100% ട്രസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് പാടില്ല കേട്ടോ. പീരിയഡ്സ് റെഗുലർ ആകുന്നത് ഒരു 21-നും 35-നും ഇടയ്ക്ക് നമുക്ക് പീരിയഡ്സ് വരുമ്പോഴാണ്. അതിന് എബോവ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ആ പീരിയഡ്സിന്റെ ലെങ്ത് വെച്ചിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി സമീപിക്കുക, നിങ്ങളുടെ ടെസ്റ്റുകൾ നടത്തുക. കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയുമാണ് ഗ്രീൻ വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഏതൊക്കെയാണ് ഗ്രീൻ വെജിറ്റബിൾസ് എന്ന് ചെറുതായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർക്കാമല്ലോ. നമ്മൾ ചീര കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉള്ളിച്ചീര ഉണ്ടാവുമല്ലോ, ഉള്ളിച്ചീര കഴിക്കുന്നതും ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് നല്ലതാണ്. അതുപോലെ ബീൻസ് കഴിക്കുക, മറ്റുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക, പിന്നെ അച്ചിങ്ങ കഴിക്കുക, ക്യാബേജ് കഴിക്കുക, ബ്രൊക്കോളി കഴിക്കുക, ക്യാപ്സിക്കം കഴിക്കാം, വെണ്ടക്ക കഴിക്കാം, കോവക്ക കഴിക്കാം. അതുപോലെ നമുക്കിപ്പോൾ ഈവൻ കറിവേപ്പിലയാണെങ്കിലും അതുവരെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അപ്പോൾ രാവിലത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ സമയം നിങ്ങൾ ഹെൽത്തി ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോറ് കുറച്ചെടുത്തിട്ട് കറികൾ കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രാത്രിത്തെ സമയമാണെങ്കിലും നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സാലഡ്സ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ക്യുക്കുംബറൊക്കെ സാലഡിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി നിങ്ങൾ പോലും അറിയാതെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കും അതുപോലെ ഒരു തവണ കുഞ്ഞുണ്ടായിട്ട് നഷ്ടമായി പോയിട്ടുള്ളവർക്കും ഒരുപാട് തവണ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകാത്തവർക്കും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വന്നതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ളവരാണ് നമ്മുടെ ചാനലിലെ മെജോറിറ്റി ആളുകൾ. അപ്പം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ കേസ് നോമ്പ് എടുക്കുന്ന ആളുകളാണെങ്കിൽ കൂടി തന്നെയും നോമ്പ് തുറന്നതിന് ശേഷം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 5-ാം തീയതി വരെ കൗണ്ട് ചെയ്തിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് പറയുക. അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.